ഇപ്പോൾ 2 ദിവസമായിട്ട് എന്നും വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ കറി വെക്കേണ്ടി വരും കേട്ടോ. പ്രത്യേകിച്ചാണെങ്കിൽ ഇന്ന് മോര് കറി. മീനിൻ്റെ ഇതൊന്നും ഇല്ലല്ലോ. അപ്പം അങ്ങോട്ട് വരുമ്പോൾ എന്തായാലും ഒന്നല്ലെങ്കിൽ മുട്ട വറുക്കുക അല്ലെങ്കിൽ മീൻ മേടിച്ചുകൊണ്ട് വന്നിട്ട് അത് വറുക്കാൻ പറയും. അപ്പം ഞാൻ വിചാരിച്ചത് പറയണേക്കാട്ടും മുമ്പ് എന്നാൽ എന്തെങ്കിലും ചെയ്താലോ എന്ന്. എനിക്കാണെങ്കിൽ പിന്നെ ഇപ്പോൾ മുട്ട വറുക്കേണ്ടി വരുമല്ലോ എന്ന് ആലോചിച്ചപ്പോൾ മനസ്സിലൊരു പൂതി. മുട്ട തിളപ്പിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കറിയായിട്ടാണ് മുട്ട തിളപ്പിച്ചത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുപ്പത്തിലേ തൊട്ട്, അതായത് അത്യാവശ്യം നമുക്ക് അടുക്കളയിൽ പണിയെടുക്കാൻ അറിയണ സമയം തൊട്ട് ഞാൻ എൻ്റെ അനിയന് ഈ മുട്ട തിളപ്പിച്ചത് ഉണ്ടാക്കട്ടെ. ഒരു മുട്ട പൊരിക്കട്ടെ എന്ന് ചോദിച്ച് പൊരിച്ചോളം പറയുമ്പോൾ ഓടിപ്പോയി ഇത് തിളപ്പിക്കും. അപ്പോൾ ഇതിന് വേണ്ടി എത്ര നേരം വേണമെങ്കിലും വെയിറ്റ്. എനിക്ക് അത്ര ഇഷ്ടമായിട്ട് മുട്ട തിളപ്പിച്ചത്. ഞാൻ ഒരിടയ്ക്ക് മറ്റേ അയില തിളപ്പിച്ചതിൻ്റെ റെസിപ്പി ഇട്ടുണ്ടായിരുന്നില്ലേ, അതേപോലൊക്കെ തന്നെ ചുവന്നുള്ളി ഇട്ടു, അത് മൂപ്പിച്ചു, ഇഞ്ചി ഇട്ടു, പിന്നെ സബോള ഇട്ടു, പിന്നെ മുളക് പൊടി ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, പിന്നെ മുളകും അത് പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെന്താ തക്കാളി ഇട്ട് നന്നായി വാട്ടി കഴിയുമ്പോൾ നമ്മുടെ മെയിൻ താരം മുട്ടയിൽ മുട്ട ഇങ്ങനെ നേരെ പൊട്ടിച്ച് വയ്ക്കുക. ഞാൻ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്, എന്തിട്ടാ പറയുക, ഇങ്ങനെ മസാലപ്പൊടി ഇടരുത് അങ്ങനെയൊന്നും ഇടരുത് അപ്പം അതിൻ്റെ ടേസ്റ്റ് മാറും. എന്നിട്ട് പിന്നെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഇത്തിരി ചൊറുക്കൊഴിക്കാം. അപ്പോൾ ഒരു മണം വരും. ആ മണം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ലോണം ചോറിന് കേട്ടോ. ഭയങ്കര ഇഷ്ടം മുട്ട തിളപ്പിച്ചത്. അപ്പോൾ അതെന്തായാലും അതാക്കി വെച്ചാൽ പിന്നെ അങ്ങോട്ട് വരുമ്പോൾ മീൻ കൊണ്ടുവന്നാലും വറുക്കാൻ പറയില്ലല്ലോ. അപ്പോൾ ഇതുണ്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ കൂടിയ പിന്നെ ഇത് കൂട്ടാനും ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ ദേ മുട്ട തിളപ്പിച്ചത് റെഡി ആയി. വൈകുന്നേരം എന്നിട്ട് ചോറിനായിരുന്നു കേട്ടോ. പറഞ്ഞ പോലെ തന്നെ ആൾ മീനും കൊണ്ടാട്ട വന്നേ. ഭാഗ്യത്തിന് ഇത് ഉണ്ടാക്കിയ കാരണം പിന്നെ വറക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ദേ നമ്മുടെ മുട്ട തിളപ്പിച്ചതും ചോറും. അപ്പം ഞാനപ്പോൾ സൈഡായിട്ട് എന്നിട്ട് പറയുക പപ്പടം എടുത്തിട്ട് ബീൻസ് ഉപ്പേരി അത് ഇതൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും എടുത്തില്ല. അപ്പം അങ്ങോരോട് വീഡിയോ എടുത്തു തരാൻ പറഞ്ഞ് അവസാനം ദേ ചോറീറ്റും കഴിയാറായപ്പോഴാട്ടോ ഒരു വീഡിയോ കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് വേറൊരു ശീലമുണ്ട് കേട്ടോ. ഈ മുട്ടയുടെ ഉണ്ണിയില്ലേ, അത് ഞാൻ ആദ്യം കഴിക്കില്ല, എന്നിട്ട് അവസാനം അതിന് മേള ചാറ് ഒഴിച്ചിട്ട് അതിലിങ്ങനെ കൂട്ടി തിരുമ്പി കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയണേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.